നമസ്കാരം. ഇന്ത്യക്ക് പൊൻകിരീടം അണിയിക്കാൻ ചരിത്രത്തിൽ ഇന്ത്യയുടെ കയ്യൊപ്പ് പതിക്കാൻ ISRO തയ്യാറെടുക്കുകയാണ്. ISRO 2026 ആദ്യ സമർപ്പിത SSLV വാണിജ്യ ദൗത്യം ആരംഭിക്കും എന്ന വാർത്ത ഏറെ ശ്രദ്ധ നേടുകയാണ്. ഓസ്ട്രേലിയ ആസ്ഥാനമായുള്ള സ്പേസ് മെഷീൻസ് കമ്പനി നിർമ്മിച്ച ഉപഗ്രഹമായ ഒപ്റ്റിമസിനെ ഭ്രമണപഥത്തിൽ എത്തിക്കുമ്പോൾ അതിന്റെ ഏറ്റവും പുതിയ റോക്കറ്റായ സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ അഥവാ SSLV ആദ്യത്തെ സമർപ്പിത വാണിജ്യ വിക്ഷേപണം നടത്തുമെന്ന് ISROയുടെ വാണിജ്യ വിഭാഗമായ NSIL അറിയിച്ചിരിക്കുകയാണ്. സാറ്റ്കോം ഇൻഡസ്ട്രി അസോസിയേഷൻ ഇന്ത്യ സംഘടിപ്പിച്ച ഇന്ത്യ സ്പേസ് കോൺഗ്രസിൽ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡും സ്പേസ് മെഷീൻസ് കമ്പനിയും സംയുക്തമായാണ് പ്രഖ്യാപനം നടത്തിയത്. ഈ നിർണായക സഹകരണം സ്പേസ് മെഷീൻസ് കമ്പനിയുടെ 450 കിലോഗ്രാം ഭാരമുള്ള രണ്ടാമത്തെ ഒപ്റ്റിമസ് ബഹിരാകാശ പേടകത്തിന്റെ വിക്ഷേപണത്തിന് കളമൊരുക്കുന്നുണ്ട്. ഇതുവരെ ഓസ്ട്രേലിയ രൂപകൽപ്പന ചെയ്തതും നിർമ്മിച്ചതുമായ ഏറ്റവും വലിയ ബഹിരാകാശ പേടകമാണ് ഈ പറഞ്ഞ ഒപ്റ്റിമസ്. SSLVയുടെ ആദ്യ സമർപ്പിത വാണിജ്യ വിക്ഷേപണമാണിത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. SSLV D2 മിഷനിൽ 10 കിലോഗ്രാം ഭാരമുള്ള ജാനസ് എന്ന നാനോ സാറ്റലൈറ്റ് ആയിരുന്നു ആദ്യത്തെ വാണിജ്യ വിക്ഷേപണം. ബഹിരാകാശ സഹകരണത്തിന്റെ മേഖലയിൽ ഇന്ത്യക്കും ഓസ്ട്രേലിയയ്ക്കും ഒരു നിർണായക നിമിഷം അടയാളപ്പെടുത്തുന്ന ദൗത്യമായ SSLVയിൽ 2026 സമർപ്പിത വിക്ഷേപണത്തിനാണ് പദ്ധതിയിടുന്നത്. സ്പേസ് മൈത്രി, അതായത് മിഷൻ ഫോർ ഓസ്ട്രേലിയ ഇന്ത്യ ടെക്നോളജി റിസർച്ച് ആൻഡ് ഇന്നൊവേഷൻ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ദൗത്യം ബഹിരാകാശ മേഖലയിൽ ഓസ്ട്രേലിയയും ഇന്ത്യയും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിലെ സുപ്രധാന നാഴികക്കല്ലാണ് അടയാളപ്പെടുത്തുന്നത്. ഇത് ഇരു രാജ്യങ്ങളുടെയും വാണിജ്യ സ്ഥാപന സർക്കാർ ബഹിരാകാശ സംഘടനകൾ തമ്മിലുള്ള അടുത്ത ബന്ധം വളർത്തുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ത്യയുടെ തെളിയിക്കപ്പെട്ട വിക്ഷേപണ വൈദഗ്ധ്യവുമായി തങ്ങളുടെ നൂതന ബഹിരാകാശ പേടകങ്ങളുടെ കഴിവുകൾ സംയോജിപ്പിച്ച് രാജ്യങ്ങളുടെ ബഹിരാകാശ മേഖലകൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുക മാത്രമല്ല, സുസ്ഥിര ബഹിരാകാശ പ്രവർത്തനങ്ങളോടുള്ള തങ്ങളുടെ പങ്കിട്ട പ്രതിബദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുവെന്നാണ് അധികൃതർ അറിയിച്ചത്. ബഹിരാകാശ അവശിഷ്ടങ്ങളുടെ പരിപാലനത്തിലും സുസ്ഥിരതയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ ദൗത്യം ഇരു രാജ്യങ്ങളുടെയും അടിസ്ഥാന മൂല്യങ്ങളോടും ലക്ഷ്യങ്ങളോടും ഒപ്പം ഉത്തരവാദിത്തമുള്ള ബഹിരാകാശ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ബഹിരാകാശ അവശിഷ്ടങ്ങളുടെ വർദ്ധിച്ചു വരുന്ന ഭീഷണി ലഘൂകരിക്കുകയും ചെയ്യുന്നു. SSLV മിഷന്റെ വിശദമായ അവലോകനം നടത്തുകയാണെങ്കിൽ 2026 ഒപ്റ്റിമസ് ബഹിരാകാശ പേടകത്തെ അയച്ചുകൊണ്ട് SSLV അതിന്റെ തകർപ്പൻ വാണിജ്യ ദൗത്യം നിർവഹിക്കും. ഈ ദൗത്യത്തിന്റെ പ്രത്യാഘാതങ്ങളും പ്രാധാന്യവും നോക്കുകയാണെങ്കിൽ പങ്കാളിത്തം കേവലം സാങ്കേതികമായ ഒന്നല്ല. ഇരു രാജ്യങ്ങളിലെയും വാണിജ്യ, അക്കാദമിക്, ഗവൺമെന്റ്, ബഹിരാകാശ വ്യവസായങ്ങൾ തമ്മിൽ ശക്തമായ ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ ശക്തമായ വിക്ഷേപണ കഴിവുകളും പുതിയ ബഹിരാകാശ വാഹന സാങ്കേതിക വിദ്യകളും സംയോജിപ്പിക്കുന്നതാണ് പദ്ധതിയെന്ന് സ്പേസ് മെഷീൻസ് കമ്പനിയുടെ CEOയും സഹസ്ഥാപകനുമായ രജത് കുൽശ്രേഷ്ഠ പറയുന്നുണ്ട്. ബഹിരാകാശ മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും പരിസ്ഥിതിക്ക് ദോഷം വരുത്താത്ത വിധത്തിൽ പ്രവർത്തിക്കുന്നതിനും ദൗത്യം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. ബഹിരാകാശ ജങ്ക് പോലെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഇത് കൈകാര്യം ചെയ്യുകയും ബഹിരാകാശത്ത് ഉത്തരവാദിത്തത്തോടെ പെരുമാറാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ ബഹിരാകാശ മേഖലയിൽ സാങ്കേതിക വിദ്യയും സുസ്ഥിരതയും മെച്ചപ്പെടുത്താൻ ഇരു രാജ്യങ്ങളും ആഗ്രഹിക്കുന്നുവെന്ന് ഈ ബന്ധവും വരാനിരിക്കുന്ന ദൗത്യവും കാണിക്കുന്നുണ്ട്. ഇത് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തെ പുതിയതും പ്രധാനപ്പെട്ടതുമായ വഴികളിൽ ശക്തിപ്പെടുത്തുന്നുമുണ്ട്. SSLVയിലേക്ക് വരികയാണെങ്കിൽ ഇതിന്റെ രൂപകൽപ്പനയും കഴിവുകളും പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ISRO രൂപകൽപ്പന ചെയ്ത SSLV, അതായത് സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ, ഇതിന് 500 കിലോഗ്രാം വരെ ഭാരമുള്ള ഉപഗ്രഹങ്ങളെ വേഗത്തിൽ ഭ്രമണപഥത്തിലേക്ക് അയക്കാൻ കഴിയും. ഇതിന്റെ ഡിസൈൻ ചിലവ് കുറഞ്ഞതും മോഡുലാറായതും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. അതിനാൽ വ്യത്യസ്ത ജോലി ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് ഇത് വ്യത്യസ്ത രീതികളിൽ ഒരുമിച്ച് ചേർക്കാം. 2022 ഓഗസ്റ്റിൽ SSLVയുടെ ആദ്യ വിക്ഷേപണം നടന്നു. ഇത് ഇന്ത്യയുടെ വാണിജ്യ ബഹിരാകാശ വിക്ഷേപണ ശക്തികളുടെ ഒരു വലിയ മുന്നേറ്റം തന്നെയായിരുന്നു. SSLV ISROയെ ലോക വിപണിയിൽ ചെറുകിട ഉപഗ്രഹ വിക്ഷേപണങ്ങൾക്കായി കൂടുതൽ മത്സരാധിഷ്ഠിതമാക്കുന്നുമുണ്ട്. അതിന്റെ കുറഞ്ഞ ചിലവും വേഗത്തിൽ സജ്ജീകരിക്കാനുള്ള കഴിവും വിശ്വസനീയവും ഫലപ്രദവുമായ ഉപഗ്രഹ വിക്ഷേപണ സേവനങ്ങൾ ആഗ്രഹിക്കുന്ന ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് ഒരു നല്ല തെരഞ്ഞെടുപ്പാക്കി മാറ്റുന്നുമുണ്ട്. എന്തായാലും ചരിത്രം കുറിക്കാൻ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഖ്യാതി ലോക നെറുകയിലെത്തിക്കാൻ ISRO അക്ഷീണ പരിശ്രമത്തിൽ തന്നെയാണ്.